ഓക്കെ, നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സെക്കൻഡ് മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള കേൾ ആൻഡ് ഡൈവേർജൻസ് ആണ്. അപ്പോൾ നമ്മളിതൊരു വെക്റ്റർ ഫീൽഡിനാണ് കേളും ഡൈവേർജൻസ് നമ്മൾ പറയുന്നത്. സോ ഫസ്റ്റ് നമുക്ക് വെക്റ്റർ ഫീൽഡ് എന്താണെന്ന് നോക്കണം. Vector valued function of two variables of the form vector f of xy equal to p of xy I cap plus q of xy j cap are called vector field on a subset of the xy plane. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലെയിനിലുള്ള ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ ജനറൽ ഫോം പറഞ്ഞാൽ വെക്റ്റർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ ഐ ക്യാപ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ ജെ ക്യാപ്പ് ആണ്. Then the vector valued function of three variable ആണെങ്കിൽ അതിൻ്റെ വെക്റ്റർ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ വെക്റ്റർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു പി ഓഫ് എക്സ് വൈ സെഡ് ഐ ക്യാപ് പ്ലസ് ക്യൂ ഓഫ് എക്സ് വൈ സെഡ് ജെ ക്യാപ് പ്ലസ് ആർ ഓഫ് എക്സ് വൈ സെഡ് കെ ക്യാപ്പ് ആണ്. ആൻഡ് ഈസ് കോൾഡ് ദി വെക്റ്റർ ഫീൽഡ് ഓൺ സബ്സെറ്റ് ഓഫ് ദി എക്സ് വൈ സെഡ് പ്ലെയിൻ. ഓക്കെ, അപ്പോൾ നമ്മൾ പ്ലെയിനിലും സ്പേസിലും വെക്റ്റർ ഫീൽഡ് ഏത് രൂപത്തിലുണ്ടാവുക ജനറൽ ഫോംസ് ആണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇനി വെക്റ്റർ ഫീൽഡിന് കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. The air flow around an airplane, okay, can be described by means of a velocity field because a vector can be assigned at each point representing the velocity of the wind at the point. Okay, some ഒരു എയർപ്ലെയിനിൻ്റെ എയർ ഫ്ലോനെ പറ്റിയാണ്, അതൊരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും. ഇതാണ് നമ്മുടെ എയർപ്ലെയിൻ ആയിരിക്കുക. സം എയർ ഫ്ലോസ് ഗോസ് ഓവർ, ഓക്കെ, അത് വെക്റ്റർ ആയിരിക്കും. സം എയർ ഫ്ലോസ് ഗോസ് അണ്ടർ. ഓക്കെ, കുറച്ച് താഴെ കൂടിയും കുറച്ച് മുകളിൽ കൂടിയാണ് പോവുക. ഓക്കെ, the next example, the laminar flow of blood in an artery, cylindrical layer or blood flow faster near the center of the artery can be described by means of the velocity field. Okay, okay, അപ്പോൾ ഇതാണ് നമ്മളുടെ ബ്ലഡ് വെസൽ അല്ലെങ്കിൽ നമ്മളുടെ ആർട്ടറി ആയിരിക്കുക. അതിലൂടെയുള്ള ബ്ലഡിൻ്റെ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഒരു വെക്റ്റർ ഫീൽഡ് ആയിരിക്കും. ദാറ്റ് ഈസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് സിലിണ്ടർ ലെയേഴ്സ് ഓഫ് ദി ബ്ലഡ് ഫ്ലോ ഫാസ്റ്റ്. അപ്പോൾ സിലിണ്ടർ ലെയേഴ്സിൽ ബ്ലഡ് ഫാസ്റ്റർലി ഫ്ലോ ചെയ്യും. നിയർ ദി സെൻറ്ററിൽ എന്തായിരിക്കും, അത് ചെറുതായിട്ടായിരിക്കും ഫ്ലോ ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ബ്ലഡ് വെസൽ, ഒരു ആർട്ടറി ആയിരിക്കും. അതിൻ്റെ കൂടെ ബ്ലഡിൻ്റെ ഫ്ലോ ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, നെക്സ്റ്റ് എക്സാമ്പിൾ, ഇൻവേഴ്സ് സ്ക്വയർ ഫോഴ്സ് ഫീൽഡ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി അട്രാക്റ്റീവ് ഫോഴ്സ് ഈസ് ലാർജ് നിയർ ദി പാർട്ടിക്കിൾ. ഓക്കെ, അട്രാക്റ്റീവ് ഫോഴ്സ് ആ പാർട്ടിക്കിൾ അടുത്തായിരിക്കും ഏറ്റവും കൂടുതലുണ്ടായിരിക്കും. ഇതാണ് അതിൻ്റെ പിക്ചറിക്കൽ റെപ്രസെൻറ്റേഷൻ. Then fourth, lines of force around the two equal positive charges. Okay, equal positive ചാർജിൻ്റെ അടുത്തുള്ള ലൈൻസ്, അതിൻ്റെ ലൈൻസ് ഏത് രൂപത്തിലുണ്ടായിരിക്കുക, അത് എന്ത് ചെയ്യും, ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യില്ല, എന്ത് ചെയ്യും, തിരിച്ചിങ്ങനെ പോവുക ചെയ്യുക. രണ്ട് പോസിറ്റീവ് സൈൻസ് നമ്മൾ എടുത്ത് കൊണ്ടുവന്നാലുണ്ടാവുന്ന അതിലെ ഫീൽഡാണ് ഈ രൂപത്തിലായിരിക്കും ഉണ്ടാവുക. ഓക്കെ, ഇതിനൊരു ക്വസ്റ്റ്യൻ ആണ്, ഗ്രാഫ് ദി ടു ഡയമെൻഷണൽ വെക്റ്റർ ഫീൽഡ് വെക്റ്റർ എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു മൈനസ് വൈ ഐ ക്യാപ്പ് പ്ലസ് എക്സ് ജെ ക്യാപ്പ്. ഇത് നമ്മൾക്ക് എന്ത് ചെയ്യണം, ഗ്രാഫ് വരക്കണം. One method is to choose point in the xy plane and then graph the vector. ഒരു മെത്തേഡ് ആണ് നമ്മൾ എക്സ് വൈ ചൂസ് ചെയ്തിട്ട് അതിൽ എന്ത് ചെയ്യാം, നമ്മൾ പോയിന്റ്സ് എടുത്തിട്ട് ഗ്രാഫ് ചെയ്യാണ് ചെയ്യുന്നത്. വെക്റ്റർ എഫ് അറ്റ് ദി പോയിന്റ്. ഫോർ എക്സാമ്പിൾ, അറ്റ് ദി പോയിന്റ് 1 1 വി വുഡ് ഡ്രോ ദ വെക്റ്റർ എഫ് ഓഫ് 1 1 ഈക്വൽ ടു മൈനസ് ഐ പ്ലസ് ജെ. അല്ലേ, ഫോർ ദ ഗിവൻ വെക്റ്റർ ഫീൽഡ് ഇറ്റ് ഈസ് പോസിബിൾ ടു സിമെട്രിക്കലി ഡ്രോൺ വെക്റ്റേഴ്സ് ഓഫ് ദി സെയിം ലെങ്ത്. നോട്ടീസ് ദാറ്റ് നോം വെക്റ്റർ എഫ് ഈക്വൽ ടു എന്ത് വരും, നോം മൈനസ് വൈ ഐ ക്യാപ് പ്ലസ് എക്സ് ജെ ക്യാപ്, ദറ്റ്സ് ഈക്വൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ആണ്. ആൻഡ് സോ വെക്റ്റേഴ്സ് ഓഫ് ദി സെയിം ലെങ്ത് കെ മസ്റ്റ് ലൈ അലോങ് ദി കർവ് ഡിഫൈൻഡ് ബൈ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ. ദറ്റ് ഈസ് അറ്റ് എനി പോയിന്റ് ഓൺ ദ സർക്കിൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു കെ സ്ക്വയർ. നമ്മൾ ഇതിൻ്റെ സ്ക്വയർ എടുക്കുന്നു. എ വെക്റ്റർ വുഡ് ഹാവ് ലെങ്ത് കെ. ഫോർ സിംപ്ലിസിറ്റി ലെറ്റ് us choose the circle that have some points on them with integer coordinates. For example, if k equal to 1, k equal to root 2 and k equal to 3, we have x square plus y square equal to 1. അല്ലേ, മറ്റെന്തൊരു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് 2, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2, മൂന്ന് സർക്കിൾ രൂപത്തിലുണ്ടാവുക. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 1 അറ്റ് ദി പോയിന്റ് 1 0 0 1 മൈനസ് 1 0 0 മൈനസ് 1. ദ കറസ്പോണ്ടിങ് വെക്ടേഴ്സ് ആർ ജെ മൈനസ് ഐ മൈനസ് ജെ ഐ. അപ്പോൾ ഈ 1 0 പറഞ്ഞാൽ നമ്മുടെ എക്സ് ആക്സിലായിരിക്കും, പോസിറ്റീവ് എക്സ് ആക്സിൽ. ഇത് പറഞ്ഞാൽ വൈ ആക്സിലായിരിക്കും, പോസിറ്റീവ് വൈ ആക്സിൽ. ഇത് നെഗറ്റീവ് എക്സ് ആക്സിലും ഇത് നെഗറ്റീവ് വൈ ആക്സിലുള്ള പോയിന്റ്. അപ്പോൾ ഇതിൻ്റെ വെക്ടേഴ്സ് പറഞ്ഞാൽ ജെ ക്യാപ്പ് മൈനസ് ഐ ക്യാപ്പ് മൈനസ് ജെ ക്യാപ്പ് ഐ ക്യാപ്പ് ഹാവ് ദി സെയിം ലെങ്ത്. എല്ലാം എന്താണ്, യൂണിറ്റ് വെക്ടേഴ്സ് ആണ്. സോ അതിൻ്റെ ലെങ്ത് എന്ത് വരിക, 1 ആയിരിക്കും. ഓക്കെ, ദ നെക്സ്റ്റ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 2 ആവുന്ന കർവ് at the points 1 1 minus 1 2 minus 1 minus 1 1 minus 1. The corresponding vectors are minus I plus j, minus I minus j, I minus j,
I plus j have the same length. അതിൻ്റെ ലെങ്ത് എന്തായിരിക്കും? root of 1 square plus 1 that is equal to root 2 ആയിരിക്കും. നെക്സ്റ്റ് കേവ് നമ്മൾ എടുത്തിട്ടുള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4, അതിൻ്റെ റേഡിയസ് 2 ആവുന്നത്. അപ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു 4 വരും. അറ്റ് ദി പോയിന്റ് 2 0 0 2 minus 2 0 0 minus 2 the corresponding vectors are 2 I cap minus 2 I cap minus 2 j cap 2 I cap having the same length. and length എത്ര ആയിരിക്കും? root of 2 square plus 0 square ആണ് വരിക. then that's equal to ഇവിടെ 2 j cap ആണ് കേട്ടോ. ഇത് 2 j cap ആണ്. minus 2 I cap minus 2 j cap 2 I cap. ഓക്കെ, ഇവിടെ 2 j cap ആക്കി മാറ്റും. ഇത് 2 j cap. അതിൻ്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് 2 സ്ക്വയർ പ്ലസ് 0 സ്ക്വയർ ദാറ്റ്സ് ഈക്വൽ ടു 2 ആണ്. ദ വെക്ടേഴ്സ് അറ്റ് ദീസ് പോയിന്റ്സ് ആർ ഷോൺ ഇൻ ദി ഫോളോവിങ് ഫിഗർ. ഇതാണ് ആ വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് പറഞ്ഞാൽ എത്രയാണ്? നമ്മൾ റേഡിയസ് 1 ആയിട്ട് വരുന്ന സർക്കിൾ ആയിരിക്കും. അതിലെ പോയിന്റ്സ് ആണ് ഈ രൂപത്തിലായിരിക്കും. അതിൽ വെക്ടേഴ്സ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. അറ്റ് പോയിന്റ് 1 അതിൻ്റെ വെക്ടർ എന്നാൽ ജെ ക്യാപ്പ് ആണ്. 0 അതിൻ്റെ വെക്ടർ മൈനസ് ഐ ക്യാപ്പ് ആണ്. -1 0 അതിൻ്റെ മൈനസ് ജെ ക്യാപ്പ് ആണ്. 0 - 1 അതിൻ്റെ വെക്ടർ ഐ ക്യാപ്പ് ആണ്. ഓക്കെ, then അടുത്ത കേവ് എത്രയായിരുന്നു നമ്മൾ എടുത്തിട്ടുള്ളത്? റേഡിയസ് 2 ആയിരുന്നു അല്ലേ? സോറി, റേഡിയസ് എത്രയായിരുന്നു? റൂട്ട് 2 വരുന്നത്. ഓക്കെ, റേഡിയസ് റൂട്ട് 2 വരുന്നതിൻ്റെ കേസ് ആണ് സർക്കിൾ വരിക. ദെൻ നമ്മൾ 2 വരുന്ന റേഡിയസ്. ഓക്കെ, ഈ രൂപത്തിലാണ് ഉണ്ടായിരിക്കുക. ഓക്കെ, ദെൻ വെക്റ്റർ ഫീൽഡ് ഫ്രം സ്കേലാർ ഫീൽഡ് യൂസിങ് ഡെൽ ഓപ്പറേറ്റേഴ്സ്. നമ്മളൊരു സ്കേലാർ ഫീൽഡിൽ നിന്ന് നമ്മൾ വെക്റ്റർ ഫീൽഡ് ഉണ്ടാക്കാൻ പോവുകയാണ്. എന്ത് യൂസ് ചെയ്തിട്ട്? ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് എ സ്കേലാർ ഫീൽഡ് പറഞ്ഞാൽ എ സ്കേലാർ ഫീൽഡ് ഈസ് എ സ്കേലാർ വാല്യൂ ഫംഗ്ഷൻ ഓഫ് ദി 3 വേരിയബിൾ if to each point xyz of a region in space there correspond to a unique scalar phi of xyz. We say that phi is a scalar field. ഓക്കെ, അപ്പോൾ അതിൽ സ്കേലാർ വാല്യൂസ് ആയിട്ട് നമ്മൾ ഫംഗ്ഷൻസ് എടുക്കുകയാണ്. ഒരു പോയിന്റ് നമ്മൾ സ്കേലാർ ഫംഗ്ഷനിലേക്ക് മാറ്റാൻ അതിനെ വിളിക്കുന്നതാണ് സ്കേലാർ ഫീൽഡ് എന്ന് വിളിക്കുക. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ദ വാട്ടർ പ്രഷർ അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി ഓഷ്യൻ. ഓക്കെ, കടലുണ്ടാകുന്ന വാട്ടർ പ്രഷർ, ഓരോ പോയിന്റിലാണ് വാട്ടർ പ്രഷർ. അതൊക്കെ നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി ആയിട്ടാണ് ഡിനോട്ട് ചെയ്യുക. ദ ടെമ്പറേച്ചർ അറ്റ് ഈച്ച് പോയിന്റ് ഇൻ ദി ഇൻസുലേറ്റഡ് വാൾ. then phi of xyz equal to x square plus y square plus z square. Phi of xyz equal to x plus 2y minus 3z. then we have the del operator. Del operator എന്തായിരുന്നു? I into dou by dou x plus j into dou by dou y ആണ് 2 dimensional. Combined with the scalar function phi of xy of 2 variable produces the vector function. അല്ലേ, നമ്മളതിലൊരു ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഒരു സ്കേലാർ ഫംഗ്ഷൻ ഇട്ട് കൊടുക്കുമ്പോൾ എന്തായിട്ട് മാറും? ഒരു സ്കേലാർ ഫംഗ്ഷൻ നമ്മൾ ഡെല്ലിൽ ഇട്ട് കൊടുത്താൽ അത് വെക്ടർ ക്വാണ്ടിറ്റി ആയിട്ട് മാറും. ദാറ്റ് ഈസ് വെക്ടർ f of xy equal to del phi of xy. That is dou phi by dou x I cap plus dou phi by dou y j cap. ഇത് 2 dimensional ആവുമ്പോൾ 3 dimensional ആവുമ്പോൾ k cap കൂടി വരും. That is the del operator in 3 dimensional. Del equal to I into dou by dou x plus j into dou by dou y plus k into dou by dou z ആണ്. It is combined with a scalar function phi. We have the 3 variable produces the vector function. That is vector f of xyz equal to del phi of xyz. That's equal to എന്താണ്? dou phi by dou x I cap plus dou phi by dou y j cap plus dou phi by dou z k cap. Okay, ഇവിടെ k cap ആക്കി മാറ്റാം. Okay, here equation 1 is the vector field on some subset of the xy plane and 2 is the vector field of some subsets of the xyz space. Both 1 and 2 are the gradient field or gradient vector field or gradient of the given function. Okay, scalar function. Okay, or scalar field. Okay, scalar field ആക്കി മാറ്റാം. Find the gradient field of the scalar field. തന്നിട്ടുള്ള സ്കാലാർ ഫീൽഡിൻ്റെ ഗ്രേഡിയൻ്റ് ഫീൽഡ് അല്ലെങ്കിൽ വെക്റ്റർ ഫീൽഡ് നമുക്ക് കണ്ടുപിടിക്കണം. തന്നിട്ടുള്ള ഫംഗ്ഷൻ എന്താണ്? f of xyz equal to xyz ആണ്. x into y into z. That is the gradient field of the vector f is in the field. Okay, field vector f equal to del f. That's equal to dou phi by dou x I cap plus dou phi by dou y j cap plus dou phi by dou z j cap. That is എന്ത് വരും? yz I cap plus xz j cap plus xz k cap. ഓക്കെ, ഇവിടെ ജെ ക്യാപ്പിന് 2 പ്രാവശ്യം വന്നല്ലേ? ഇത് കെ ക്യാപ്പ് ആക്കി മാറ്റാം. ഓക്കെ, എക്സ് വൈ കെ ക്യാപ്പ്. ദെൻ നെക്സ്റ്റ് ഡൈവേർജൻസ്. ദാറ്റ് ഈസ് സ്കേലാർ ഫീൽഡ് ഫ്രം വെക്റ്റർ ഫീൽഡ് യൂസിങ് ഡെൽ ഓപ്പറേറ്റർ. നമ്മൾ എന്ത് ചെയ്യുക? സ്കേലാർ ഫീൽഡ് നമ്മൾ വെക്റ്റർ ഫീൽഡ് നമ്മൾ സ്കേലാർ ഫീൽഡാക്കാൻ നമ്മൾ ഡൈവേർജൻസ് വിളിക്കും. അപ്പോൾ നമ്മൾ വെക്റ്റർ ഫീൽഡ് നമ്മൾ സ്കേലാർ കണ്ടുപിടിച്ചു അല്ലേ? സോറി, സ്കേലാർ ഫീൽഡ് നമ്മൾ വെക്റ്റർ കണ്ടുപിടിച്ചു എന്ത്? ഡെൽ യൂസ് ചെയ്തിട്ട്. ഇനി നമ്മൾ വെക്റ്റർ ഫീൽഡ് നമ്മൾ സ്കേലാർ ക്വാണ്ടിറ്റി കണ്ടുപിടിക്കുകയാണ് എന്ത് യൂസ് ചെയ്തിട്ട്? ഡെൽ ഓപ്പറേറ്റർ. അതിന് നമ്മൾ ഡൈവേർജൻസ് വിളിക്കും. That is divergence. The divergence of a vector field, vector f of xyz equal to
f of xyz I cap plus g of xyz j cap plus h of xyz k cap is a scalar field denoted by divergence f or del dot tf is defined by divergence f equal to del dot tf ആണ്. അപ്പോൾ നമ്മളൊരു വെക്ടറിന് നമ്മൾ എന്ത് ചെയ്തു ഡൈവേർജൻസ് കൊടുക്കാം. ഡൈവേർജൻസ് ആണ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. that is del dot vector f, that is dou f by dou x I cap, dou f by dou x plus dou g by dou y plus dou z dou h by dou z. del ആണ് നമുക്കറിയാവുന്നതാണ് dou by dou x I cap plus dou by dou y j cap plus dou by dou z k cap. വെക്ടർ f നമ്മളോട് എടുത്തിട്ടുള്ള എന്താണ് f I cap plus g j cap plus h k cap ആണ്. then അതിൻ്റെ ഡോട്ട് പ്രൊഡക്റ്റ് എടുത്താൽ dou f by dou x plus dou g by dou y plus dou h by dou z വരും. ഓക്കെ, അപ്പോൾ ഡൈവേർജൻസ് ഓഫ് എ വെക്ടർ എന്ന് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ് കിട്ടുക. ഇൻ ഫിസിക്സ് ആൻഡ് ആപ്ലിക്കേഷൻസ് ഡൈവേർജൻസ് എഫ് ഈസ് ദി ഔട്ട്വേർഡ് ഫ്ലക്സ്. ഫിസിക്സ് നമുക്ക് ഇതിനെ ഔട്ട്വേർഡ് ഫ്ലക്സ് എന്ന് വിളിക്കാൻ പറ്റും ഓഫ് ദ വെക്ടർ ഫീൽഡ് വെക്ടർ എഫ് പെർ യൂണിറ്റ് വോളിയം. അപ്പോൾ ഫിസിക്സിൽ നമ്മൾ ഡൈവേർജൻസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഔട്ട്വേർഡ് ഫ്ലക്സിനാണ് നമ്മൾ ഡൈവേർജൻസ് ഓഫ് ദാറ്റ് വെക്ടർ ഫീൽഡ് എന്ന് വിളിക്കാം. ഓക്കെ, ദെൻ കേൾ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ഫീൽഡിന് നമ്മളൊരു വെക്ടർ ഫീൽഡ് ഫ്രം വെക്ടർ ഫീൽഡ് യൂസിങ് ഡെൽ ഓപ്പറേറ്റർ. ഡെൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് നമ്മൾ ഒരു വെക്ടർ ഫീൽഡിൽ നിന്ന് വേറൊരു വെക്ടർ ഫീൽഡ് ഉണ്ടാക്കിയെടുക്കുക, അതാണ് കേൾ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഡൈവേർജൻസ് പറഞ്ഞാൽ ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആയിരിക്കും, കേൾ എന്ന് പറഞ്ഞാൽ ഒരു വെക്ടർ ക്വാണ്ടിറ്റി ആയിരിക്കും. കേൾ എന്ന് പറഞ്ഞാൽ ദ കേൾ ഓഫ് എ വെക്ടർ ഫീൽഡ് വെക്ടർ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ ക്യാപ് പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ ക്യാപ് പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ ക്യാപ് ഇസ് എ വെക്ടർ ഫീൽഡ്. ഇറ്റ് ഈസ് ഡിനോട്ടഡ് ബൈ കേൾ എഫ് ഓർ ഡെൽ ക്രോസ് എഫ്. അപ്പോൾ നമ്മൾ ഡൈവേർജൻസിൽ ഡെൽ ഡോട്ട് എഫ് ആയിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്, കേൾ എന്താണ് ഡെൽ ക്രോസ് എഫ് ആണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് ഡിഫൈൻഡ് ആസ് കേൾ എഫ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരാം നമുക്കറിയാവുന്നതാണ് ക്രോസ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് മൈനസ് ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ ക്യാപ് പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ കെ ക്യാപ്. അതങ്ങനെ കിട്ടിയിട്ടുള്ളത് നമുക്കറിയാവുന്നതാണ്. ക്രോസ് പ്രൊഡക്റ്റ് ആണുള്ളത് ഡിറ്റർമിനൻറ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ വൈ ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് ഇൻറ്റു എഫ് ജി എച്ച്. നമ്മൾ ഡിറ്റർമിനൻ്റ് എടുക്കുക, ഡിറ്റർമിനൻ്റ് എടുക്കുക നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഡോ എച്ച് ബൈ ഡോ വൈ മൈനസ് ഡോ ജി ബൈ ഡോ സെഡ് ഐ ക്യാപ് പ്ലസ് ഡോ എഫ് ബൈ ഡോ സെഡ് മൈനസ് ഡോ എച്ച് ബൈ ഡോ എക്സ് ജെ ക്യാപ് പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് മൈനസ് ഡോ എഫ് ബൈ ഡോ വൈ കെ ക്യാപ്. ഈ ഇക്വേഷൻ പഠിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് എന്താ എഫും ഡെല്ലും നമുക്ക് അറിയാവുന്നതാണ്. ദെൻ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എടുക്കാം കേൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട അറ്റൻഷൻ, the way of expressing curl f in above equation is just a device and not a true determinant since the entries in a determinant are numbers not vectors. അപ്പോൾ നമുക്ക് അറിയാവുന്നതാണ് ഡിറ്റർമിനൻ്റ് ഉള്ളിൽ ഒരിക്കലും വെക്ടേഴ്സ് വരാൻ പാടില്ല. പക്ഷേ ഇവിടെ ഐ ജെ കെ എന്ന് പറയുന്നത് വെക്ടേഴ്സ് ആണ്. അപ്പോൾ ഇത് ക്രോസ് പ്രൊഡക്റ്റ് കേൾ എഫ് നമ്മൾ റെപ്രസെൻ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു റെപ്രസെൻറ്റേഷൻ ഡിവൈസ് ആയിട്ട് മാത്രം യൂസ് ചെയ്യുക. നമ്മൾ ആക്ച്വൽ നമ്പേഴ്സിൽ യൂസ് ചെയ്യുന്ന ഡിറ്റർമിനൻ്റ് അല്ല ഇവിടെ മീൻ ചെയ്യുന്നത്. ആക്ച്വലി ഈ സാധനം ഇക്വേഷൻ നമുക്ക് കേളായിട്ട് നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ദാറ്റ് ഈസ് ഡിറ്റർമിനൻ്റ് ഉള്ളിൽ നമുക്ക് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ദെൻ കേൾ ആർ ഈക്വൽ ടു 0. കേൾ ആർ 0 എന്ന് പറഞ്ഞാൽ എന്താണ് വേർ വെക്ടർ ആർ ഈക്വൽ ടു എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ്. അതിൻ്റെ കേൾ എന്തായിട്ട് വരും 0 ആയിരിക്കും. ദെൻ ഇൻ സയൻസ് ടെക്സ്റ്റ് ദ വേർഡ് റൊട്ടേഷൻ ഈസ് സംടൈംസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് കേൾ. റൊട്ടേഷന് പകരം നമ്മൾ കേൾ എന്ന വാക്ക് യൂസ് ചെയ്യാറുണ്ട്. ദ സിമ്പിൾ കേൾ എഫ് ഈസ് ദ റീപ്ലേസ്ഡ് ബൈ റോട്ട് എഫ്. അപ്പോൾ കേൾ എഫിന് നമ്മൾ ചിലപ്പോൾ റൊട്ടേഷന് പകരം നമ്മൾ കേൾ എന്ന വാക്ക് യൂസ് ചെയ്യാൻ, അതുകൊണ്ട് തന്നെ കേൾ എഫ് എന്ന് പറയുന്ന പകരം ചിലപ്പം റോട്ട് എഫ് എന്നും എടുക്കാറുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് കേൾ എഫ് ആണ്. ഓക്കെ, ദെൻ ഇഫ് വെക്ടർ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സെഡ് ഐ ക്യാപ് മൈനസ് 2y ക്യൂബ് സെഡ് സ്ക്വയർ ജെ ക്യാപ് പ്ലസ് എക്സ് വൈ സ്ക്വയർ സെഡ് കെ ക്യാപ് ഫൈൻഡ് ഡൈവേർജൻസ് എഫ് ആൻഡ് കേൾ എഫ് അറ്റ് ദി പോയിന്റ് 1 മൈനസ് 1 1. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള ഈ ഫംഗ്ഷൻ്റെ ഡൈവേർജൻസും കേളും കണ്ടുപിടിക്കണം അറ്റ് ദി പോയിന്റ് 1 മൈനസ് 1 1 ആണ്. സോ ഇവിടെ തന്നിട്ടുള്ള ക്യാപിറ്റൽ എഫ് നമുക്ക് എഫും ജിയും എച്ചും കണ്ടുപിടിക്കാൻ പറ്റും. ഇയർ എഫ് ഈക്വൽ ടു എക്സ് സ്ക്വയർ സെഡ്, ജി ഈക്വൽ ടു മൈനസ് 2y ക്യൂബ് സെഡ് സ്ക്വയർ ആൻഡ് എച്ച് ഇസ് ഈക്വൽ ടു എക്സ് വൈ സ്ക്വയർ സെഡ് ആണ്. ദെൻ ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു എന്താണ് ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ എഫ് ബൈ ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ് ആണ്. നമുക്കറിയാം ഡൈവേർജൻസ് ആണ് ഒരു സ്കാലാർ ക്വാണ്ടിറ്റി ആണ്. ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും എഫിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുക, ജിന് വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുക, എച്ചിന് വിത്ത് റെസ്പെക്ട് ടു സെഡ് ചെയ്യുക. That is we get 2xz minus 6y square z square plus xy square. Then at the point 1 minus 1 1 divergence f equal to എന്ത് വരും ഇതിൽ നമ്മൾ എക്സിനും വൈക്കും സെഡിനും പകരം 1 minus 1 1 നമ്മൾ റെസ്പെക്റ്റീവ്ലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. then we get 2 minus 6 plus 1 that's equal to 3 എന്ന് വരും. ഓക്കെ, then നമുക്ക് ഇതിൻ്റെ കേൾ കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് കേൾ എഫ് ഈക്വൽ ടു ഡെൽ ക്രോസ് എഫ് ആണ്.
ഇവിടെ ഡെൽ എന്ന് പറഞ്ഞാൽ ഡോ ബൈ ഡോ എക്സ് ഐ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ വൈ ജെ ക്യാപ് പ്ലസ് ഡോ ബൈ ഡോ സെഡ് കെ ക്യാപ്പ് ആണ്. എഫ് പറഞ്ഞാൽ എഫ് ഐ ക്യാപ് പ്ലസ് ജി ജെ ക്യാപ് പ്ലസ് എച്ച് കെ ക്യാപ്പ് ആണ്. ദെൻ അതിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് എന്ത് വരും? കേൾ എഫ് ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എഫ് ജി എച്ച് വരും. ഇവിടെ നമുക്ക് അറിയാവുന്നതാണ്, എഫും ജിയും എച്ചും ഒക്കെ അറിയാവുന്നതാണ്. ദെൻ നേരെ ഇക്വേഷൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡിറ്റർമിനൻറ്റ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ് എക്സ് സ്ക്വയർ സെഡ് മൈനസ് 2y ക്യൂബ് സെഡ് സ്ക്വയർ എക്സ് വൈ സ്ക്വയർ സെഡ് ദാറ്റ്സ് ഈക്വൽ ടു എന്ത് വരും? 2xyz പ്ലസ് 4y ക്യൂബ് സെഡ് ഐ ക്യാപ്പ് മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് എക്സ് സ്ക്വയർ ജെ ക്യാപ്പ് പ്ലസ് 0 മൈനസ് 0 കെ ക്യാപ്പ് വരും. ഓക്കെ, കാൽക്കുലേറ്റ് ചെയ്യുക, അത് സോൾവ് ചെയ്ത് കണ്ടുപിടിക്കുക. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് എന്ത് വരും? 2xyz പ്ലസ് 4y ക്യൂബ് സെഡ് ഐ ക്യാപ്പ് മൈനസ് വൈ സ്ക്വയർ സെഡ് മൈനസ് എക്സ് സ്ക്വയർ ഇൻറ്റു ജെ ക്യാപ്പ്. ഇവിടെ 0 മൈനസ് 0 ആയതുകൊണ്ട് അത് 0 ആയിട്ട് പോകും. ദെൻ കെ ക്യാപ്പിൻ്റെ കോഫിഷ്യൻ്റ് 0 ആയിട്ട് പോകും. ദെൻ നമുക്ക് ഐയുടെയും ജെയുടെയും ടേംസ് മാത്രമേ ഉണ്ടായിരിക്കുള്ളൂ. ദെൻ നമുക്ക് എന്ത് ചെയ്യണം? അറ്റ് ദി പോയിന്റ് 1 മൈനസ് 1 വേണമെങ്കിൽ അതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. ദെൻ ഈ കേൾ എഫിൽ എന്ത് ചെയ്യുക? നമ്മൾ അതിൽ എക്സിനും വൈക്കും സെഡിനും പകരം 1 മൈനസ് 1 1 നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ദെൻ കേൾ എഫ് ബിക്കം -2 -4 ഐ ക്യാപ്പ് മൈനസ് 1 മൈനസ് 1 ജെ ക്യാപ്പ് ദാറ്റ്സ് ഈക്വൽ ടു ഇവിടെ -1 മൈനസ് 1 0 ആയിട്ട് പോകും. ദെൻ നമുക്ക് എന്ത് കിട്ടും? -6 ഐ ക്യാപ്പ് ആയിട്ട് മാറും കേൾ എഫ്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ദി ഡൈവേർജൻസ് ഓഫ് ദി വെക്റ്റർ ഫീൽഡ് വെക്റ്റർ എഫ് ഈക്വൽ ടു yz ഐ ക്യാപ്പ് പ്ലസ് zx ജെ ക്യാപ്പ് പ്ലസ് എക്സ് വൈ കെ ക്യാപ്പ് ഈസ് 0. ഇതിൻ്റെ കേൾ എഫ് ഇതിൻ്റെ ഡൈവേർജൻസ് എന്താണെന്ന് കാണിക്കണം, 0 എന്ന് കണ്ടുപിടിക്കണം. അതായത് ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു 0 ആണോ എല്ലാം ചെക്ക് ചെയ്ത് കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഡൈവേർജൻസ് എഫ് നമുക്ക് അറിയാവുന്നതാണ്. ഡോ എഫ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ ജി ബൈ ഡോ എക്സ് ഡോ സെഡ് ഡോ വൈ പ്ലസ് ഡോ എച്ച് ബൈ ഡോ സെഡ് ആണ്. സോ ഇവിടുത്തെ എഫും ജിയും എച്ച് നമുക്ക് അറിയാവുന്നതാണ്. ദാറ്റ് ഈസ് വൈ സെഡ് എച്ച് സെഡ് എക്സ് എക്സ് വൈ ആണ്. ഓക്കെ, ദെൻ ഡോ വൈ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെഡ് എക്സ് ബൈ ഡോ വൈ പ്ലസ് ഡോ എക്സ് വൈ ബൈ ഡോ സെഡ് ഈക്വൽ വരും 0. കാരണം ഇതിൽ എക്സിൻ്റെ ടേംസിൽ അപ്പോൾ 0 ആയിട്ട് മാറും, ഇതിൽ വൈയുടെ ടേംസിൽ 0 ആയിട്ട് മാറും, ഇതിൽ സെഡിൻ്റെ ടേംസിൽ 0 ആയിട്ട് മാറും. ദെൻ 0 പ്ലസ് 0 പ്ലസ് 0 ഈക്വൽ ടു 0. ദാറ്റ് ഈസ് divergence of this vector function equal to 0 കിട്ടി. Okay, the next question, show that the divergence of the inverse square field vector f of r equal to c by norm of vector r cube into vector r is 0. ഇതിൻ്റെ നമുക്ക് എന്താണ് ഇതിൻ്റെ ഡൈവേർജൻസ് 0 എന്ന് കാണിച്ചു കൊടുത്താൽ മതി. We show that the divergence of the function vector f equal to c by x square plus y square plus z square all raised to 3 by 2 into x I cap plus y j cap plus z k cap is 0. ഇത് 0 നമ്മൾ കാണിച്ചു കൊടുത്താൽ നമ്മൾ ഇവിടെ എന്തെടുത്തു? വെക്റ്റർ ആർ ഈക്വൽ ടു നമ്മൾ എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് സെഡ് കെ ക്യാപ്പ് ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തു. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ. സോ അതിൻ്റെ ക്യൂബ് പറയുമ്പോൾ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3 by 2. സോ ഈ സാധനത്തിന് നമ്മൾ എന്താക്കി മാറ്റിയിട്ടുള്ളത്? എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു സി ബൈ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 3 by 2 ഇൻറ്റു എക്സ് ഐ ക്യാ പ്ലസ് വൈ ജെ ക്യാ പ്ലസ് സെഡ് കെ ക്യാപ്പ്. അത് 0 ആണ് നമുക്ക് അതിൻ്റെ ഡൈവേർജൻസ് 0 നമുക്ക് കാണിക്കണം. ഓക്കെ, ലെറ്റ് ആർ ഈക്വൽ ടു നോം ഓഫ് അവർ വെക്റ്റർ ആർ. That is norm xi cap plus yj cap plus zk cap, that's equal to x square plus y square plus z square all raised to 1 by 2. So that vector f can be expressed as vector f നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? cx by r cube I cap plus cy by r cube j cap plus cz by r cube k cap നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ, കാരണം എന്താണ് ഇവിടെ r എന്ന് പറഞ്ഞാൽ എന്താണ്? r ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. സോ നമുക്ക് അതിൽ എഫിന് പകരം നമുക്ക് സി എക്സ് ബൈ ആർ ക്യൂബ് ഐ ക്യാപ് പ്ലസ് സി വൈ ബൈ ആർ ക്യൂബ് ജെ ക്യാപ് പ്ലസ് സി സെഡ് ബൈ ആർ ക്യൂബ് കെ ക്യാപ്പിന് കൊടുക്കാൻ പറ്റും. ഓക്കെ, ആൾസോ നോട്ട് ദാറ്റ് ഡോ ആർ ബൈ ഡോ എക്സ് നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സ് എന്തായിട്ട് മാറും? ഡോ ആർ ബൈ ഓക്കെ ഡോ ആർ ബൈ ഡോ സെഡ്. സോ നമുക്ക് ഡോ ആർ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ഡോ എക്സ് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 1 by 2 എന്ത് തരാം? 1 by 2 ഇൻറ്റു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 1 by 2 ഇൻറ്റു നമ്മൾ എക്സ് സ്ക്വയറിനെ ഇൻറ്റു 2x. ദാറ്റ് ഈസ് ഈ സാധനം എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? 1 by r ആണ്. ദാറ്റ് ഈസ് എക്സ് ബൈ ആർ വരെ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട്. ഓക്കെ, ദെൻ വി ഗെറ്റ് എക്സ് ബൈ ആർ. സിമിലർലി ഡോ ആർ ബൈ ഡോ വൈ ഈക്വൽ ടു വൈ ബൈ ആർ ആയിരിക്കും. ഡോ ആർ ബൈ ഡോ സെഡ് ഈക്വൽ ടു സെഡ് ബൈ ആർ ആയിരിക്കും. ദെൻ ഡൈവേർജൻസ് ഓഫ് എഫ് എന്താ വരിക? സി എല്ലാത്തിലും കോമൺ ആയതുകൊണ്ട് സി ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂ പ്ലസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ ആർ ക്യൂ പ്ലസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ
ആർ ക്യൂബ് എന്ന് കിട്ടി. ബട്ട് ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ് ഈക്വൽ ടു നമ്മൾ അതിൻ്റെ ഡെറിവേഷൻ എടുക്കുമ്പോൾ എന്താ ഇവിടെ ആർ എന്ന് പറഞ്ഞാൽ എന്തായാലും നമ്മുടെ ആർ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കണം. ആർ എന്ന് പറഞ്ഞാൽ ഈ എക്സ് ഐ കെ പ്ലസ് വൈ ജെ കെ പ്ലസ് സെഡ് കെ കെ അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ആർ എന്നാണ്. ആർ ഈക്വൽ ടു എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഓൾ റേസ് ടു 1/2 ആണ്. സോ നമ്മളുടെ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ് എന്ത് വരും? ആർ ക്യൂബ് മൈനസ് എക്സ് ഇൻറ്റു 3r² ബൈ എക്സ് ബൈ ആർ ക്യൂബ് ഹോൾ സ്ക്വയർ. നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കോഷ്യൻ്റ് റൂൾ വെച്ച് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നു. ദെൻ വി ഗെറ്റ് 1/r ക്യൂബ് മൈനസ് നമ്മൾ എന്ത് ചെയ്യുക ഇവിടെ ആർ ക്യൂബ് ഉണ്ട്, ഇവിടെ ആർ ക്യൂബ് സ്ക്വയർ, അതായത് ആർ ക്യൂബ് ക്യാൻസൽ 1/r ക്യൂബ് വരും. ദെൻ ഇവിടെ എന്താണ് 3r², ഇവിടെ ഒരു എക്സ് ഉണ്ട് അപ്പോൾ എക്സ് സ്ക്വയർ ആയിട്ട് മാറും 3r². ഇവിടെ ഒരു ആർ ഉണ്ട് അപ്പോൾ ആറും ആർ സ്ക്വയറിനും ഒരു ആറ് പോയിട്ട് 3r വരും. ഇവിടെ എന്താണ് ആർ ക്യൂബ് ഹോൾ റേസ് ടു 5 അപ്പോൾ r⁻6 ഉണ്ട്. മുകളിൽ ഒരു ആറുണ്ട് അപ്പോൾ താഴത്തെ r⁻6 ഒരു ആറ് പോയാൽ നമുക്ക് r⁻5 കിട്ടും. ദെൻ ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ് ഈക്വൽ ടു എന്ത് വരും? 1/r ക്യൂബ് മൈനസ് 3x² ബൈ r⁻5 വരും. സിമിലർലി ഡോ വൈ ഓഫ് വൈ ബൈ ആർ ക്യൂബ് എന്ത് വരും? 1/r ക്യൂബ് മൈനസ് 3y² ബൈ r⁻5 വരും. അതുപോലെ ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ ആർ ക്യൂബ് എന്ത് വരും? 1/r ക്യൂബ് മൈനസ് 3z² ബൈ ആർ ക്യൂബ് വരും. Then substituting these equations in the above equation of divergence f നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. Then we get divergence f പറഞ്ഞാൽ എന്തായാലും ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് ബൈ ആർ ക്യൂബ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ ബൈ ആർ ക്യൂബ് ഡോ ബൈ ഡോ സെഡ് ഓഫ് സെഡ് ബൈ ആർ ക്യൂബ് ആയിരുന്നു സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ദെൻ വി ഗെറ്റ് c ഇൻറ്റു 3/r ക്യൂബ് മൈനസ് 3r² ബൈ r⁻5 വരും. ഓക്കെ, ദാറ്റ്സ് ഈക്വൽ ടു c ഇൻറ്റു 3/r ക്യൂബ് മൈനസ് 3/r ക്യൂബ് വരും. ദാറ്റ് ഈസ് 3/r ക്യൂബ് എന്തായിട്ട് മാറും? 0 ആയിട്ട് മാറും. ദാറ്റ്സ് ഈക്വൽ ടു 0 വരും. ഓക്കെ, ഇവിടെ x² പ്ലസ് y² പ്ലസ് z² എന്താണ്? r² ആണ്. ദെൻ 3r² ഉണ്ട്, ഇവിടെ r⁻5 നമ്മൾ 3r² ബൈ 3r⁻5 നമ്മൾ ഇവിടുന്ന് r⁻² ഇവിടുന്ന് r ക്യൂബിൽ നിന്ന് r⁻5 r² പോയാൽ r ക്യൂബ് വരും. ദാറ്റ് ഈസ് 3/r ക്യൂബും 3/r ക്യൂബും മൈനസ് ചെയ്യുമ്പോൾ 0 വരും. ദാറ്റ് ഈസ് ഡൈവേർജൻസ് ഓഫ് അവർ ഫംഗ്ഷൻ f ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഓക്കെ, ദ നെക്സ്റ്റ് വരുന്നതാണ് സോളിനോയിഡൽ വെക്റ്റർ ഫീൽഡ്. എന്താണ് സോളിനോയിഡൽ വെക്റ്റർ ഫീൽഡ് എന്ന് വെച്ചാൽ എ വെക്റ്റർ ഫീൽഡ് വെക്റ്റർ എഫ് ഈസ് സോളിനോയിഡൽ ഓർ ഇൻകംപ്രസിബിൾ ഇഫ് ഇറ്റ്സ് ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു 0. അതിന് ഡൈവേർജൻസ് ഫംഗ്ഷൻ എന്ത് വരിക? 0 ആയിട്ട് കിട്ടുകയാണെങ്കിൽ ആ ഫീൽഡിന് ഡൈവേർജൻസ് 0 ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും? സോളിനോയിഡൽ ഫീൽഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് സോളിനോയിഡൽ ആകണമെങ്കിൽ അതിൻ്റെ ഡൈവേർജൻസ് ആയിട്ട് ഡെൽ ഡോട്ട് എഫ് 0 കിട്ടണം. ഓക്കെ, show that f equal to yz I cap plus zx j cap plus xy k cap is solenoidal. അപ്പോൾ ഇതിന് ഡൈവേർജൻസ് 0 എന്ന് കാണിച്ചു കൊടുത്താൽ മതി. ദാറ്റ് ഈസ് ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു തരും ഡോ വൈ സെഡ് ബൈ ഡോ എക്സ് പ്ലസ് ഡോ സെഡ് എക്സ് ബൈ ഡോ വൈ പ്ലസ് ഡോ എക്സ് വൈ ബൈ ഡോ സെഡ് എല്ലാത്തും 0 ആയിട്ട് പോകും. ദെൻ 0 കിട്ടും. ദാറ്റ് ഈസ് ഡൈവേർജൻസ് എഫ് ഈക്വൽ ടു 0. ഒരു വെക്റ്റർ ഫീൽഡിന് ഡൈവേർജൻസ് 0 ആണെങ്കിൽ അത് നമ്മൾ എന്ത് വിളിക്കും? സോളിനോയിഡൽ അല്ലെങ്കിൽ ഇൻകംപ്രസിബിൾ വെക്റ്റർ ഫീൽഡ് എന്ന് വിളിക്കും. Since divergence f equal to 0, the vector f is solenoidal. Okay, the next irrotational എന്ന് പറഞ്ഞു. സോളിനോയിഡൽ ഇമ്പോർട്ടൻ്റ് ആണ്, അതിൻ്റെ കൂടെ വരുന്നതാണ് ഇറോട്ടേഷണൽ ഫീൽഡ്. എന്താണ് ഇറോട്ടേഷണൽ ഫീൽഡ്? എ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് ഇറോട്ടേഷണൽ ഇഫ് ഇറ്റ്സ് കേൾ ഓർ റോട്ട്. നമ്മൾ കാരണം കേളിന് നമ്മൾ റൊട്ടേഷൻ എന്ന് മീനിങ് കൊടുക്കുന്നു, അപ്പോൾ അതിനെ റോട്ട് എന്ന് വിളിക്കും. കേൾ എഫ് ഈസ് ദി 0 വെക്റ്റർ. അപ്പോൾ ഡൈവേർജൻസ് എഫ് 0 ആകുമ്പോൾ അതിന് നമ്മൾ എന്താ വിളിക്കുക? സോളിനോയിഡൽ എന്ന് വിളിക്കും. അതിൻ്റെ കേൾ 0 ആണെങ്കിൽ അതിന് നമ്മൾ എന്ത് വിളിക്കും? ഇറോട്ടേഷൻ എന്ന് വിളിക്കും. എ വെക്റ്റർ ഫീൽഡ് എഫ് ഈസ് കൺസർവേറ്റീവ് ഫീൽഡ് ഇഫ് ഇറ്റ് ഈസ് ഇറോട്ടേഷൻ. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആകണമെങ്കിൽ അത് ഇറോട്ടേഷൻ ആകണം. ഇപ്പോൾ ഇറോട്ടേഷൻ ആകാനുള്ള കണ്ടീഷൻ എന്താണ്? കേൾ 0. അപ്പോൾ ഒരു വെക്റ്റർ ഫീൽഡിൻ്റെ കേൾ 0 ആണെങ്കിൽ അത് എന്തായിരിക്കും? കൺസർവേറ്റീവ് ആയിരിക്കും, ഇറോട്ടേഷണൽ ആയിരിക്കും. ഓക്കെ, ദെൻ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് കേൾ. കേളിൻ്റെ ഫിസിക്കൽ ഇൻ്റർപ്രിട്ടേഷൻ ആണ് നോക്കാനുള്ളത്. ദ വേർഡ് കേൾ വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ബൈ ദ സ്കോട്ടിഷ് ഫിസിക്സ്റ്റ് ജെയിംസ് ക്ലർക്ക് മാക്സ്വെൽ ഇൻ ഹിസ് സ്റ്റഡീസ് ഓഫ് ഇലക്ട്രോമാഗ്നറ്റിക് ഫീൽഡ്. ഇദ്ദേഹമാണിത് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള കേൾ എന്ന് പറഞ്ഞ വേർഡ്. ദ കേൾ ഈസ് ഈസിലി അണ്ടർസ്റ്റുഡ് ഇൻ കണക്ഷൻ വിത്ത് ദി ഫ്ലോ ഓഫ് ഫ്ലൂയിഡ് ഇഫ് എ പാഡിൽ ഡിവൈസ് സച്ച് ആസ് ഷോൺ ഇൻ ഫിഗർ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ഫ്ലോവിംഗ് ഫ്ലൂയിഡ് ദാറ്റ് then the curl of the velocity field vector f is a measure of the tendency of fluid to turn the device about its vertical. അപ്പോൾ നമ്മളതിൽ നമുക്കറിയാവുന്നതാണ്, നമ്മൾ പാടത്ത് വെള്ളം നനക്കുന്ന സാധനം. അപ്പം അതിൽ ഡിവൈസ് അബൌട്ട് ദി വെർട്ടിക്കൽ ആക്സിസ്, ഈ വെർട്ടിക്കൽ ഈ ഡബ്ല്യു എന്ന ആ ആക്സിൽ അത് ചുറ്റാനുള്ള ടെൻഡൻസി ഉണ്ടായിരിക്കും. ഓക്കെ, ഇഫ് കേൾ എഫ് ഈക്വൽ ടു 0 then the flow of the fluid is said to be irrotation. അപ്പോൾ ഇതിൻ്റെ കേൾ 0 വരിക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൊട്ടേറ്റ് ചെയ്യുന്നത്, ഈ റൊട്ടേഷൻ 0 വരിക എന്ന് ഉദ്ദേശിച്ചില്ല. അപ്പോൾ കേൾ ഓഫ് 0 എന്ന് പറഞ്ഞാൽ അത് റൊട്ടേറ്റ് ചെയ്യുന്നില്ല, അത് ഇറൊട്ടേഷൻ ആണ്. ഇറൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ പറഞ്ഞിട്ട് കൺസർവേറ്റീവ് ആണ്, വിച്ച് മീൻസ് ദാറ്റ് ഈസ് ഫ്രീ ഓഫ് വോർട്ടീസ് ഓർ
whirlpools that would cause the paddle to rotate. In figure, the axis W of the paddle points straight out of the page. ഓക്കെ, അപ്പോൾ ഇതാണ് റൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ ഇതായിരിക്കും നേരെ പോവും. ഓക്കെ, റൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന ഈ രൂപത്തിൽ. ഓക്കെ, അപ്പോൾ എന്താണ് റൊട്ടേഷണൽ, എന്താണ് ഈ റൊട്ടേഷൻ എന്താണ്, ഡൈവേർജൻസ്, കേള് ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ഓരോ ടേമും ഇമ്പോർട്ടൻ്റ്, അതിൽ കുറേ ഇമ്പോർട്ടൻറ്റ് ടേംസ് നിങ്ങൾ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഓക്കെ,